നമ്മുടെ ലൈഫ് മാറുന്നതിന് നമുക്ക് ഏറ്റവും നന്നായിട്ട് വേണ്ടത് എന്താണ്? ഒരു പവർഫുൾ മൈൻഡ് സെറ്റാണ്. ഒരു പവർഫുൾ മൈൻഡ് ഉള്ളവനെ ഒരാൾക്കും തോൽപ്പിക്കാൻ കഴിയില്ല. നമ്മുടെ മൈൻഡിനാണ് ശക്തി വേണ്ടത്. നമ്മൾ ദാരിദ്ര്യം പിടിച്ച മനസ്സുള്ളത് കൊണ്ടാണ് നമ്മൾ വിചാരിച്ച പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ കഴിയാത്തത്. നമ്മൾ പല സ്ഥലങ്ങളിലും തോൽക്കുന്നത് നമുക്ക് നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ്. ഈ ലൈഫിൽ സക്സസ് ആയ മനുഷ്യരൊക്കെ മൈൻഡിനെയാണ് ഏറ്റവും ആദ്യം കൺട്രോൾ ചെയ്തത്. ഈ ദാരിദ്ര്യം പിടിച്ച മനുഷ്യർ എപ്പോഴും അവരെ മൈൻഡായിരിക്കും കൺട്രോൾ ചെയ്യുന്നത്. അതാണ് അവർ രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, നമ്മുടെ ലൈഫിൽ നമ്മൾ ഏറ്റവും നന്നായിട്ട് ട്രെയിൻ ചെയ്യേണ്ടത് നമ്മുടെ മൈൻഡിനെ ആയിരിക്കണം. മൈൻഡ് മാറിയിട്ടില്ലേ, നിന്റെ ചുറ്റുഭാഗത്തുള്ള ഒന്നും മാറില്ല. കാരണം അതുകൊണ്ടാണ് ഏറ്റവും ദാരിദ്ര്യം പിടിച്ച മനുഷ്യനും ഏറ്റവും ഉയരത്തിലേക്ക് എത്തുന്നതും നന്നായിട്ട് കഴിവുള്ള മനുഷ്യനും ഒന്നും ആവാതെ പോകുന്നതും. അവിടെയൊക്കെയുള്ള വ്യത്യാസം മൈൻഡ് ക്ലിയർ അല്ല, മൈൻഡിന് പവർ ഇല്ല എന്നുള്ളത് തന്നെയാണ്. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത് മൈൻഡ് പവർ കൂട്ടാനുള്ള 3 വഴികളാണ്. നമ്മുടെ മൈൻഡിന് ശക്തി കിട്ടാനുള്ള 3 വഴികൾ. അതിലൊന്നാമതായിട്ട് വിഷ്വലൈസേഷൻ. വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് നമ്മളൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആ കാര്യം നമ്മുടെ മൈൻഡിൽ കാണുക എന്നുള്ളതാണ്. നമ്മുടെ മനസ്സിൽ നമ്മളത് കാണണം. നമ്മളൊരു എക്സാമിന് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എക്സാം വിജയിക്കുന്നതും നമ്മൾ നന്നായിട്ട് കഠിന പരിശ്രമം ചെയ്യുന്നതും അത് നല്ല രീതിയിൽ എഴുതുന്നതും അതിൻ്റെ റിസൾട്ട് വരുന്നതും അതൊക്കെ നമ്മൾ ഏറ്റവും നന്നായിട്ട് വിഷ്വലൈസേഷൻ ചെയ്യുക. കാരണം നമുക്ക് ഒരു പണിയില്ലാത്ത വിഷയമാണത്. നമ്മളത് വിഷ്വലൈസേഷൻ ചെയ്താൽ തന്നെ നമ്മുടെ മൈൻഡിനൊരു പ്രശ്നമുണ്ട്. മൈൻഡ് ഒരിക്കലും റിയലിനെ അല്ല വിശ്വസിക്കുക, നമ്മൾ നൽകുന്ന നിർദ്ദേശങ്ങളാണ് മൈൻഡ് വിശ്വസിക്കുക. അപ്പോൾ നമ്മളൊരു വിജയിയായിട്ടാണ് വിഷ്വലൈസേഷൻ ചെയ്യുന്നത് എങ്കിൽ അതിൻ്റെ നിർദ്ദേശങ്ങളായിരിക്കും ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് മൈൻഡ് നൽകുന്നത്. എനിക്ക് ഒരു കാര്യം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എനിക്ക് കഴിയില്ല, എനിക്കാവില്ല എന്നുള്ളതാണെങ്കിൽ നമ്മളൊരു പരാജിതനെ പോലെയും മൈൻഡ് കാണും. എന്നാൽ നമ്മൾ നേരെ തിരിച്ച് നമ്മളൊരു വിജയിയെ പോലെയാണ് ചിന്തിക്കുന്നത് എങ്കിൽ അതേ നിർദ്ദേശങ്ങളായിരിക്കും മൈൻഡ് നമുക്ക് തിരിച്ചു നൽകുന്നത്. അതുകൊണ്ട് വിഷ്വലൈസേഷൻ ചെയ്യുക. നമ്മൾ എന്ത് കാര്യത്തിനും ഏറ്റവും അടിപൊളിയായിട്ട് വിഷ്വൽ ചെയ്യുക. രണ്ടാമതായിട്ട് മെഡിറ്റേഷൻ. ഈ മൈൻഡിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം, പണ്ടൊരു ഗുരുജി പറയുന്നുണ്ട്, ഈ മൈൻഡ് എന്നത് ഒരു കുരങ്ങനെ പോലെയാണ്. ഈ കുരങ്ങൻ എന്നുള്ളത് അവിടെ ഇവിടെയും ഒക്കെ ചാടി ചാടി കളിക്കും. പക്ഷേ അതിനെ എങ്ങാനും ട്രെയിൻ ചെയ്താൽ നമ്മൾ പറയുന്നിടത്ത് അതിരിക്കും. അതേപോലെയാണ് ഈ മൈൻഡ്. നമ്മൾ ട്രെയിൻ ചെയ്താൽ നമ്മളെടുത്തിരിക്കും, ഇല്ലെങ്കിൽ ഓരോ കാര്യങ്ങളിലായിട്ട് ഇങ്ങനെ ചാടി ചാടി കളിക്കുന്നതായിരിക്കും മൈൻഡ് സെറ്റ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ ട്രെയിൻ ചെയ്യുന്നതിൻ്റെ ഏറ്റവും നല്ല വഴിയാണ് മെഡിറ്റേഷൻ. ഒരു രാവിലെ എഴുന്നേറ്റ് അല്ലെങ്കിൽ വൈകുന്നേരം ഒരു 10 മിനിറ്റ് നമ്മുടെ മൈൻഡിലേക്ക് മാത്രം ശ്വാസം അകത്തേക്കെടുത്ത് പുറത്തേക്ക് വിട്ട് അങ്ങനെ നമ്മുടെ മൈൻഡ് ഈ ശ്വാസത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു 10 മിനിറ്റ്. നമ്മൾ മറ്റുള്ള ചിന്തകളൊക്കെ കയറി വരും, അതിനൊന്നും തടയണ്ട. പക്ഷെ നമ്മുടെ ഫോക്കസ്ഡ് എവിടെയായിരിക്കണം? നമ്മുടെ ചിന്തകളിൽ മാത്രമായിരിക്കണം. ഇത് കുട്ടികളും ഈ യുവാക്കളൊക്കെ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം തന്നെ ഒരു കാര്യത്തിൽ ഫോക്കസ്ഡ് അല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടത്, നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് നമ്മുടെ ശ്വാസോച്ഛ്വാസത്തിലേക്ക് മാത്രം ഫോക്കസ്ഡ് ആവുക എന്നുള്ളത് തന്നെയാണ്. മൂന്നാമതായിട്ട് ഇൻഫർമേഷൻ ഡയറ്റ്. നമ്മൾ ഭക്ഷണങ്ങളിലൊക്കെ ആരോഗ്യ കാര്യങ്ങളിലൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ഡയറ്റ് എടുക്കാറുണ്ട്. ഭക്ഷണം ഇന്നത് മാത്രമേ കഴിക്കൂ, ഇന്നത് കഴിക്കാൻ പാടില്ല എന്നൊക്കെ കൃത്യമായിട്ട് ഷെഡ്യൂൾ ചെയ്യാറുണ്ട്. പക്ഷേ നമ്മുടെ ചിന്തകളിൽ അത് ചെയ്യുന്നില്ല, അല്ലേ? ചിന്തകളിൽ നമ്മുടെ നെഗറ്റീവും പോസിറ്റീവും എല്ലാ കാര്യങ്ങളും നമ്മുടെ മൈൻഡിലേക്ക് പോകുന്നുണ്ട്. നമ്മളത് തടയണം. നമ്മൾ എങ്ങനെയാണോ ഫുഡ് കൺട്രോൾ ചെയ്യുന്നത് അതേപോലെ നമ്മുടെ മൈൻഡിനെ ചിന്തകളെയും തടയണം. ഇൻഫർമേഷൻ എല്ലാം നമ്മുടെ തലയിലേക്ക് കയറാനുള്ളതല്ല, നമ്മൾ ചിലതൊക്കെ തടയണം.
രാവിലെ എണീച്ച് പത്രം വായിക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ ഒരുപാട് നെഗറ്റീവുകളാണ് അതിലൊക്കെ ഉള്ളത്. അതാണ് നമ്മുടെ മൈൻഡിലേക്ക് ഇങ്ങനെ വലിച്ചു കയറ്റുന്നത്. അതുകൊണ്ട് തന്നെ അതൊന്നും അങ്ങനെ കയറ്റാനുള്ളതല്ല. ആവശ്യമുള്ളത് മാത്രം, ആവശ്യമുള്ള സമയത്ത്, ആവശ്യത്തിനനുസരിച്ച് മാത്രം നമ്മുടെ മൈൻഡിലേക്ക് വിടുക. കൃത്യമായിട്ട് ചിന്തകളെ നമ്മൾ ഡയറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, ഫിൽട്ടർ ചെയ്തുകൊണ്ടിരിക്കണം. എന്ത് ഇൻഫർമേഷനാണ് എൻ്റെ മൈൻഡിലേക്ക് കയറേണ്ടത്, എന്ത് കയറാൻ പാടില്ല, എപ്പോൾ കയറണം, എങ്ങനെ കയറണം എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു ഷെഡ്യൂൾ നമുക്കുണ്ടാവണം. ഇല്ലെങ്കിൽ എല്ലാം കാര്യങ്ങളും അകത്തേക്ക് കയറിയിട്ട് ഒരു മോശമായ അവസ്ഥയിലേക്ക് നമ്മൾ വളരും. ഈ മൈൻഡ് എന്നുള്ളത് ഒരു പരന്ന ഭൂമിയാണ്. നമ്മൾ അതിലേക്ക് എന്തെങ്കിലും നട്ടുപിടിപ്പിച്ചാൽ അത് വളരും. ഇല്ലെങ്കിൽ കുറച്ചു കാലം കഴിയുമ്പോൾ ആവശ്യമില്ലാത്ത എന്തൊക്കെയോ അതിൽ വളർന്നിട്ടുണ്ടാവും. അതേപോലെ നമ്മുടെ മൈൻഡ് തരിശു ഭൂമിയാണ്. നമ്മൾ എന്താണോ നൽകുന്നത് അത് വളരും. ഇല്ലേ, ആവശ്യമില്ലാത്ത എന്തൊക്കെയോ അതിൽ വളർന്നു വരും. ആവശ്യമില്ലാത്ത കുറേ ചിന്തകൾ വരും. അതുകൊണ്ട് ഈ 3 കാര്യങ്ങൾ, നമ്മുടെ മൈൻഡ് പവർ വളരെ ഇരട്ടിയാകുന്ന ഈ 3 കാര്യങ്ങൾ നമ്മളൊന്ന് ശീലിച്ചു നോക്കണം. ഒറ്റ ദിവസം കൊണ്ടൊന്നും ഒരിക്കലും ഒന്നും ആവില്ല. പക്ഷെ കൃത്യമായിട്ട് നമ്മൾ വീണ്ടും റിപ്പീറ്റായിട്ട് ട്രെയിൻ ചെയ്തുകൊണ്ടേയിരിക്കണം. ഒന്നാമതായിട്ട് വിഷ്വലൈസേഷൻ, രണ്ടാമത് മെഡിറ്റേഷൻ, 3 ഇൻഫർമേഷൻ ഡയറ്റ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.